ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗേറ്റിൻ്റെ ഒരു അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗേറ്റ് അപ്ലിക്കേഷൻ്റെ ഒരു പ്രോസസ് വീഡിയോ, ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഗേറ്റ് എക്സാം എന്ന് പറയുന്നതിൻ്റെ അപ്ലിക്കേഷൻ പല ആളുകളും വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് എന്ന് കരുതിയിട്ട് അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു അപ്ലിക്കേഷന് വേണ്ടി വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കേണ്ട കാര്യമല്ല. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് OBC റിസർവേഷൻ ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ OBC റിസർവേഷനുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ സർട്ടിഫിക്കറ്റ് തന്നെ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, BTech പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 3rd ഇയർ അല്ലെങ്കിൽ 4th ഇയർ അല്ലെങ്കിൽ പാസ് ഔട്ട് ഇത് ആയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം എന്ത് ചെയ്യാം, ഗേറ്റ് 2025 വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് 1800 ആണ്. അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്കും OBCക്കാർക്കൊക്കെ വരുന്ന 1800 ആണ്. അതേപോലെ തന്നെ ഗേൾസിനും അതേപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ റിലാക്സേഷൻ, ഈ ഒരു എമൗണ്ടിൽ റിലാക്സേഷൻ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇത്തവണത്തെ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിലധികം പേപ്പേഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും കുറച്ചധികം പഠിക്കാനുണ്ടാവും. നിങ്ങൾക്കറിയാം ഗേറ്റ് ഒരു എന്താ പറയുക, അത്യാവശ്യം ഡെപ്തുള്ള എക്സാമാണ്. അപ്പോൾ ഒന്നിലധികം പേപ്പേഴ്സ് പഠിക്കാൻ നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 എക്സാംസിന്, അതായത് 2 പേപ്പേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഗേറ്റ് പ്രോസസ്സിൻ്റെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്തവണത്തെ ഗേറ്റ് കണ്ടക്ട് ചെയ്യുന്നത് IIT റൂർക്കിയാണ്. ഓക്കെ, ഇത്തവണത്തെ ഗേറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് IIT റൂർക്കിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ഗേറ്റ് 2025 എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ലഭിക്കുന്നത് ഈ ഒരു IIT റൂർക്കിയുടെ വെബ്സൈറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. IIT Roorkee.ac.in IITR.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. എക്സാം ഡേറ്റ്, ബ്രൗസറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഈ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാം. അതിൽ അപ്ലൈ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ലോഗിൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ അത് കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്നിടത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഡേറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, അതേപോലെ ഷുവർ നെയിം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലൊരു ഇൻ്റർഫേസിലേക്കാണ് വരിക. അതായത് നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പം ഞാൻ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഷുവർ നെയിം ചെയ്തു. അപ്പോൾ ഇവിടെ നെയിം നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാം. അതിന് ശേഷം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ഇമെയിൽ അഡ്രസ്സ്, അത് കൺഫേം ചെയ്യാൻ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഇമെയിൽ അഡ്രസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വെരിഫൈ ചെയ്യാനുണ്ട്. സോ അത് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കണം. അതിനുശേഷം കൺഫേം മൊബൈൽ നമ്പർ കൊടുക്കുക. ദെൻ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു മിക്സ്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ആൻഡ് ദെൻ ഈ ഒരു ക്യാപ്ചയും കൂടി അടിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ആവും. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ. ഇതിൽ ഓരോ പോയിന്റ്സുകളും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ മൊബൈൽ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ ഇമെയിൽ ID നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ ID കൊടുക്കാൻ ശ്രമിക്കുക. സോ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ID ലഭിക്കുന്നുണ്ടാവും. സോ ആ ID നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നുണ്ടാവും, ഇമെയിൽ ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോം രജിസ്ട്രേഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ ID, നിങ്ങൾ നേരത്തെ കൊടുത്ത ആ മെയിൽ IDയിലേക്ക് ഒരു മെയിലും വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജും വന്നിട്ടുണ്ടാവും. അതായത് ഈ ഒരു എക്സാമിൻ്റെ ID ആണ് നിങ്ങൾക്ക് അതിൽ വന്നിട്ടുണ്ടാവുക. ഒരു എൻറോൾമെന്റ് ID എന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ നമുക്ക് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആ എൻറോൾമെന്റ് IDയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ളതായിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ എൻറോൾമെന്റ് ID ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് റീഡ് ഗേറ്റ് 2025 ഇൻഫർമേഷൻ ബ്രോഷർ, അത് ടിക്ക് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ഫില്ലിംഗ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ഫില്ലിംഗ് എന്നത് ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 3 സെക്ഷൻസ് ആണത്. എക്സാം, അതേപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ്,
അഡ്രസ്സ്, ഡിഗ്രി, ഡോക്യുമെന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു പ്രോസസ്സിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളത്. സോ നമ്മൾ എക്സാം എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. സെലക്ട് ദ നമ്പർ ഓഫ് ടെസ്റ്റ് പേപ്പർ യു വാണ്ട് ടു അപ്പിയർ ഫോർ ഇൻ ഗേറ്റ് 2024 എന്നാണ് ചോദിച്ചിരിക്കുന്നത്, 25 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാണെങ്കിൽ 1 കൊടുക്കുക, അല്ലെങ്കിൽ 2 പേപ്പർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിൽ തന്നെ അപ്പോൾ നിങ്ങൾ 2 കൊടുക്കാണ്ടാവും അല്ലേ. നമുക്കിവിടെ 2 പേപ്പേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഇനി ഒരു പേപ്പറോട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിൽ തന്നെ കൊടുക്കാൻ പറ്റിയ മറ്റ് ഓപ്ഷൻസുകളാണ് ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കൊടുക്കാം, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം, ഇൻസ്ട്രുമെന്റേഷൻ കൊടുക്കാം, ഫിസിക്സ് കൊടുക്കാം. ഞാൻ ഡേറ്റ സയൻസോട് നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാണ്. മനസ്സിലാക്കുക, 2 പേപ്പേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് 3600 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1800 ആയിരിക്കും. 2 പേയ്മെന്റ് കൊടുക്കുമ്പോൾ പേയ്മെന്റ് 3600. അപ്പോൾ വെറുതെ നിങ്ങൾ 2 കൊടുക്കേണ്ട, നിങ്ങൾ 2 പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം 2 കൊടുക്കുക. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് പ്രയോറിറ്റി ഒന്നുമില്ല. ഈ പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ വന്നു കഴിഞ്ഞാലും അതിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രയോറിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് 2 പേപ്പർ കൊടുക്കുന്നു എന്ന് കാണിക്കാൻ. അതല്ല 1 കൊടുക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി എക്സാമിനേഷൻ സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ എക്സാമിനേഷൻ സിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേരള ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. കേരളത്തിലുള്ള സിറ്റീസുകളിൽ ഇപ്പോൾ കോതമംഗലുണ്ട്, കോഴിക്കോടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, കോഴിക്കോടാണ് ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ സിറ്റി ആയിട്ട് നമുക്ക് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേരളത്തിലുള്ള സിറ്റികൾ തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിയർ ബൈ സിറ്റീസുകൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുകയാണ്, കേരളത്തിൽ നിയർ ബൈ ഞാൻ മലപ്പുറം കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, വീണ്ടും ഞാൻ കേരളത്തിൽ തന്നെയുള്ള നിയർ ബൈ ആയിട്ടുള്ള കണ്ണൂർ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജില്ലയിൽ തന്നെയുള്ള ഒന്നിലധികം സെൻറ്റേഴ്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ. സോ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക. കാരണം എക്സാം സെൻറ്റർ നിയർ ബൈ സെൻറ്ററിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. എന്തായാലും നിങ്ങൾ നിയർ ബൈ സെൻറ്ററിൽ തന്നെ എക്സാം സെൻറ്റർ അലോട്ട് ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകും. നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ അതിൽ ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകൾ. അപ്പോൾ ആദ്യം എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. അതിനുശേഷം അഡ്രസ്സ്, അതിനുശേഷം ഡിഗ്രി, അതിനുശേഷം ഡോക്യുമെന്റ്സ്, അതിനുശേഷം ഡിക്ലറേഷൻ ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അത് 2ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 1ാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ എൻറോൾമെന്റ് ID ഒക്കെ വന്നിട്ടുണ്ടാവും, പേര് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ 2 കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്യാനുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് കൊടുക്കുക. അങ്ങനെ വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ അവിടെ ഒരു OTP ചോദിച്ചിട്ടുണ്ടാവും. നേരത്തെ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവില്ല, അതേ മെയിലിൽ തന്നെ ഒരു OTP വന്ന് കിടപ്പുന്നുണ്ടാവും. സോ ആ OTP ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന മെസ്സേജിൽ OTP വന്നിട്ടുണ്ടാവും. സോ അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, കാറ്റഗറി, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ, അഡ്രസ് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ കൊടുക്കാനുള്ളത്. ഇപ്പോൾ മൊബൈൽ നമ്പർ ഓഫ് പാരന്റ് ഓർ ഗാർഡിയൻ, നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സ്ട്രാ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റർ ചെയ്യാം. സോ ഇത്രയും കേസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2ാമത്തെ സെക്ഷനും എന്തായി, കംപ്ലീറ്റ് ആയി. ഓക്കെ, ദെൻ 3ാമത്തെ ഈ സെക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി. ഇനി അഡ്രസ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പിൻകോഡ് കൊടുക്കണം, അതേപോലെ കൺട്രി കോഡ്, സ്റ്റേറ്റ്, അഡ്രസ് ലൈന് കൊടുക്കുക. അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അഡ്രസ്സിന്റെ സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, അഡ്രസ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഡിഗ്രി എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് പോകേണ്ടത് അല്ലേ. ഡിഗ്രി എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് ഇനി നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്. സോ ഡിഗ്രി എന്ന സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് കോളേജ് പിന്നാണ് അല്ലേ, കോളേജ് പിൻകോഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ കോളേജ് പിൻകോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതേപോലെ കൺട്രി ഓഫ് കോളേജ് വെച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് വെച്ചിട്ടുണ്ട്, കോളേജ് സിറ്റി ടൗൺ ചോദിച്ചിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്ട്രേഷൻ ഓർ റോൾ നമ്പർ. ഇത് നിങ്ങളുടെ റോൾ നമ്പർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് പ്ലീസ് എൻഷുർ ദാറ്റ് യുവർ ഫിൽ രജിസ്ട്രേഷൻ നമ്പർ ഓർ റോൾ നമ്പർ ആസ് പെർ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ആൻഡ് കോളേജ് ID ആൻഡ് നോട്ട് ദ ഗേറ്റ് 2025 എൻറോൾമെന്റ് ID. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, റോൾ നമ്പർ ആസ് യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ കോളേജ് ID. കോളേജ് IDയിൽ നിങ്ങൾക്കുള്ള രജിസ്റ്റർ നമ്പർ, നിങ്ങൾ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്ത സമയത്തൊക്കെ രജിസ്റ്റർ നമ്പർ ഉണ്ടാകുമല്ലോ, ആ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ മതി. അത് ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ആ രജിസ്റ്റർ നമ്പർ നിങ്ങളൊന്ന് കൊടുക്കുക. അതേപോലെ സെലക്ട് ക്വാളിഫൈങ് ഡിഗ്രി ഉണ്ടാവും.
ഇപ്പോൾ സെലക്ട് ക്വാളിഫൈങ് ഡിഗ്രിയിൽ ഇപ്പം ഞാനിവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനിവിടെ BTech സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ സെലക്ട് ഇയർ, ഹാവ് യു ഗ്രാജുവേറ്റഡ് ഇൻ ദ എബോവ് ഡിഗ്രി കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഇയർ ആണ് കൊടുക്കുക. നോ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് ഇയറിലാണ് എന്നുള്ളത് നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആകുന്ന ഇയർ ഏതാണെന്നുള്ളത് അവിടെ നിങ്ങൾ കൊടുക്കണം. അതേപോലെ ഡിഗ്രി അവാർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിംസ്, ഏത് കോളേജിലാണ് പഠിച്ചെന്ന് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചെന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കോളേജ് നെയിം കൊടുക്കുക, നെക്സ്റ്റ് അടിക്കാം. സോ ഇത്രയാണ് ഈ ഡിഗ്രി എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഡോക്യുമെന്റ്. അപ്പോൾ ഡോക്യുമെന്റിന്റെ കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 2 കാര്യങ്ങളാണ്, ഒരു ഫോട്ടോഗ്രാഫും ഒരു സിഗ്നേച്ചറും ഒരു ഫോട്ടോ ID നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഒരു ഫോട്ടോ ID, അത് ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫോട്ടോഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഫോട്ടോഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ ഇത്രയേ ഉള്ളൂ. Yes, JPEG or JPG PNG file only with a minimum pixel resolution 200x260 and maximum 530x690 ആണ്. ആസ്പെക്ട് റേഷ്യോ 1:R ആണ്. വേർ R must be between 0.66 and 0.89. അത് നോർമൽ. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്ലോഡ് സിഗ്നേച്ചർ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ തന്നെ സിഗ്നേച്ചറും കൊടുക്കുക. ആൻഡ് ദെൻ അപ്ലോഡ് ഫോട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ആൻഡ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിക്ലറേഷൻ കൊടുക്കാം. ഡിക്ലറേഷൻ ഒന്നുമില്ല, നമ്മൾ ഫൈനൽ സബ്മിറ്റിൽ ലാസ്റ്റ് നിങ്ങളുടെ ഒരു പേര് കൂടി കൊടുത്തിട്ട് ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. സോ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പേയ്മെന്റ് വിൻഡോയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. സോ അതോടുകൂടി നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഒരു ഗേറ്റ് 2025ന്റെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിവേ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഒരുപാട് ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു ഗേറ്റ് പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അതിനുശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് എൻട്രി നിങ്ങൾക്കായി ഒരുക്കുന്നത്. ഹൈദരാബാദിലെയും ഡൽഹിയിലേക്കുള്ള ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസ്സസ് ആണ് ഗേറ്റിന് വേണ്ടി നിങ്ങൾക്കായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ക്ലാസ്സസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.